നമസ്കാരം. രാത്രി കഥകളിലേക്ക് സ്വാഗതം. ഇന്നലെ പറഞ്ഞ ചുവന്ന വീട്ടിലെ കഥ ഓർക്കുന്നുണ്ടോ? പക്ഷേ ആ കഥയിൽ പറഞ്ഞത് എല്ലാം സത്യമായിരുന്നില്ല. ഇന്ന് ആ വീടിൻ്റെ യഥാർത്ഥ രഹസ്യം. അരുൺ ആ വീട് വിട്ടു പോയതിനു ശേഷം ആ ഗ്രാമത്തിൽ ഒരു വയോധികനുണ്ടായിരുന്നു. അവൻ മാത്രം. ആ വീട്ടിനെ കുറിച്ച് സത്യം അറിയാവുന്ന ഒരാൾ. ഒരു ദിവസം അവൻ നാട്ടുകാരോട് ഒരു കഥ പറഞ്ഞു. ആ വീടൊരിക്കൽ സാധാരണമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മീര എന്നൊരു യുവതി താമസിച്ചിരുന്നു. അവൾ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. ഓരോ രാത്രിയും 3 മണിക്ക് അവളുടെ മുറിയിൽ നിന്ന് സംസാര ശബ്ദം കേൾക്കുമായിരുന്നു. ഒരു ദിവസം അവൾ അപ്രത്യക്ഷമായി. വീട് പൂട്ടി. പക്ഷേ അതിനുശേഷം ആ മുറിയിൽ ചുവന്ന വെളിച്ചം തെളിയാൻ തുടങ്ങി. ഇവിടെ വരെ എല്ലാം പഴയ കഥ. പക്ഷേ സത്യം ഇതല്ല. ഒരു രാത്രി ആ വയോധികൻ ആ വീട്ടിലേക്ക് പോയി. സത്യം എനിക്കറിയണം. രാത്രി 3 മണി. മുകളിലെ മുറിയിൽ ചുവന്ന വെളിച്ചം. അവൻ വാതിൽ തുറന്നു. അകത്ത് ആരുമില്ല. പക്ഷേ കണ്ണാടിയിൽ അവൻ തന്നെയായിരുന്നു നിൽക്കുന്നത്. പക്ഷേ അവൻ്റെ പിന്നിൽ മീര. നീ വൈകി, ഞാൻ കാത്തിരുന്നു. അടുത്ത ദിവസം ആ വയോധികനും കാണാതായി. ഇപ്പോൾ നാട്ടുകാർ പറയുന്നു, ആ വീട്ടിൽ ഒരു ആത്മാവ് മാത്രമില്ല, അവിടെ പലരും കുടുങ്ങിയിരിക്കുന്നു. ഓരോ 3 മണിക്കും ഒരു പുതിയ ആളെ അകത്തേക്ക് വിളിക്കാൻ. ഇന്ന് വരെ ആ വീട്ടിനരികിൽ നിന്നാൽ നിങ്ങൾക്ക് ഒരേ ശബ്ദം കേൾക്കും, ഇവിടെ വാ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇന്ന് ആ വീട്ടിലേക്ക് വീണ്ടും ഒരാൾ പോവുകയാണ്. അത് ആരാണെന്നറിയാമോ? അത് നിങ്ങളായിരിക്കാം. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇനിയും ഭയാനകമായ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രാത്രിയിൽ ഒറ്റയ്ക്ക് കേൾക്കരുത്.